An RLC series resonant circuit has R is equal to 100 ohm, Q factor of 220 and resonant frequency omega 0 is equal to 100 radian per second. Then the value of capacitance is. ഇതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാവുന്നത് ആറിൻ്റെയും ഒമേഗ സീറോയുടെയും വാല്യൂ 100 ആണ്, ക്വാളിറ്റി ഫാക്ടർ 20 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തെഴുതുക. എന്തൊക്കെയാണ് തന്നത് എന്നുള്ളത് കാര്യങ്ങൾ എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യം 6 എന്ന് പറയുന്നത് 100 ഓം ആണ്. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഒമേഗ 0 എന്ന് പറയുന്നതും എത്രയാണ്, 100 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അതുപോലെ മറ്റെന്താ തന്നിരിക്കുന്നത്, 6ഉം ഒമേഗ 0യും ഓക്കെയാണ്. പിന്നെ ക്വാളിറ്റി ഫാക്ടറാണ്. ക്വാളിറ്റി ഫാക്ടർ ഞാൻ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. പിന്നെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. ഇതൊരു RLC സീരീസ് സർക്യൂട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. RLC സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ നമുക്കറിയാം RLC സീരീസ് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് കാണാനായിട്ട് XL ഡിവൈഡഡ് ബൈ R ആണ്, അല്ലെങ്കിൽ XC ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ നമുക്കിവിടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കുക, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണ്, വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഏതെടുക്കാം, ഈ ഇക്വേഷൻ എടുക്കാം. XC എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു XC ബൈ R ആണ്. ശരി, എന്താണ് XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/C ഒമേഗ 0 R ആണ്. ഓക്കെ ആണല്ലോ. XC എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ റെസനൻസിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒമേഗ 0 വെക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഒമേഗ എന്നേ വരുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഇവിടെ RLC സീരീസ് റെസനന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒമേഗ 0 വെക്കാൻ, അല്ലെങ്കിൽ ഒമേഗ മാത്രമേ വെക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ കിട്ടിയത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ഇവിടെ ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഒമേഗ 0യുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, പിന്നെ ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, സീൻ്റെ വാല്യൂ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ആൻസർ കിട്ടും. സോ ഈ സീനെ പുറത്തേക്ക് കൊണ്ടുപോകുക. C ഈസ് ഈക്വൽ ടു 1/Q ഒമേഗ 0 R ആണ്. അപ്പോൾ ഇവിടെ 1/Q എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. ഒമേഗ 0 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, ഒമേഗ 0 Q 20 ആണ്, ഒമേഗ 0 100 ആണ്. അതേപോലെ തന്നെ R എത്രയാണ്, Rഉം 100 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് C ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എത്ര, 1 2 3 4 5 10⁵5 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഇംപ്ലൈസ് C ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10⁻⁻5 മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത്രയും ഫാരഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 5 ഇൻറ്റു ആ ഒരു പിന്നെ 0.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതെന്ത് വരും, 10⁻⁻5 എന്നുള്ളത് 10⁻�6 ഫാരഡ്. എത്രയാണ് 10⁻�6 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 5 മൈക്രോ ഫാരഡ് എന്നുള്ളതാണ്. 5 മൈക്രോ ഫാരഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 5 മൈക്രോ ഫാരഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്. എക്സൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്വാളിറ്റി ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് ഒരു അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് ഞാനിവിടെ പറയാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് ഒമേഗ 0 അഥവാ ഇതെന്താണ് ഒമേഗ 0 എന്ന് പറഞ്ഞാൽ റെസനന്റ് ഫ്രീക്വൻസി കാണാനായിട്ടുള്ള ഇക്വേഷൻ 1/√LC ആണ്. ഈ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ എന്താ, 2πf ആണ് ഒമേഗ. അപ്പോൾ ഒമേഗ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πf0 ആണ്. സോ 2πf0 ഈസ് ഈക്വൽ ടു 1/√LC. ഇനി വേണമെങ്കിൽ f0 കണ്ടുപിടിക്കണമെങ്കിലോ 1/2π√LC. ഇത് പഠിച്ചു വെച്ചേക്കുക. റെസൊനന്റ് ഫ്രീക്വൻസിയാണ്. ഇതും അതേപോലെ തന്നെ റെസൊനന്റ് ഫ്രീക്വൻസി. ഇത് റേഡിയൻ പെർ സെക്കൻഡിലാണ് ഇതിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ഹെഡ്സിലാണ്. ഇനി നമുക്ക് RLC സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. RLC സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ കാണാനായിട്ടുള്ള ഇക്വേഷൻ XL/R ആണ്, അല്ലെങ്കിൽ XC/R ആണ്. ഓക്കെ, ഇനി അത് RLC പാരലൽ സർക്യൂട്ട് ആണെങ്കിലോ, RLC പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു R/XL എന്ന് വരും, അല്ലെങ്കിൽ R/XC എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്, ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/R√L/C ആണ്. ഇതാണ് ക്വാളിറ്റി ഫാക്ടർ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ. ഇനി അതേസമയം ഇവിടെ വരികയാണെങ്കിലോ നമുക്ക് കിട്ടുന്നത് R√C/L എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ആൻസറിൽ നമുക്ക് വരുന്നത് 5
മൈക്രോ ഫാരഡ് എന്നുള്ളതാണ്. ഓക്കെ,